അപ്പോൾ നമുക്ക് മെമ്മറി ടെസ്റ്റിലേക്ക് കടക്കാം അല്ലേ. മെമ്മറി ടെസ്റ്റ് വിഷ്വൽ ഓഡിറ്ററി ടെസ്റ്റുകൾ നമ്മളെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതായത് വിഷ്വൽ ആയിട്ടുള്ള ഡേറ്റയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ഓഡിറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പുതുതായി കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. 4 സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ എക്സാമിന് പോകുമ്പോൾ വേണം. ഒന്നെന്താണ്? ഹാൾ ടിക്കറ്റാണ്. രണ്ടാമത്തത് ID കാർഡാണ്. മൂന്നാമത്തത് നിങ്ങളെ ഫെയർ റെക്കോർഡ് ബുക്കാണ്. നാലാമത് സബ്ജക്റ്റാണ്. അത് മറക്കരുത്. സബ്ജക്റ്റിനെ ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാവുന്നതായിരിക്കും. അത് അറേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ലാഘവത്തോടെ പോകരുത്. ആരെങ്കിലും കിട്ടുമെന്ന ഒരു നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആരെങ്കിലും പോന്നാൽ മതി. അതാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്സ് കാണാതെ പഠിച്ചു വെക്കുക. അത് നിങ്ങൾ റിപ്പോർട്ട് എഴുതിയ സമയത്ത്, പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതിയ സമയത്ത് ഉണ്ടായിരുന്ന ഈ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്സ്, ടൈറ്റിൽ, എയിം, ഒബ്ജക്റ്റീവ്സ്, ഇത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെക്കുക എന്നത് നിങ്ങളെ രണ്ടാമത്തെ വർക്കാണ്. മൂന്നാമത് ഇനി നമുക്ക് മെമ്മറി ടെസ്റ്റിലേക്ക് പോകാം അല്ലേ. അപ്പോൾ മെമ്മറി ടെസ്റ്റ് SIM അല്ലെങ്കിൽ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി മെമ്മറി ടെസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോതെസിസ്, ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓൾറെഡി നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച PGക്ക് പഠിച്ച സാധനങ്ങളാണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. 2 മെമ്മറി ടെസ്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ് എന്താണ്? ഒന്ന് വിഷ്വൽ മെമ്മറി ടെസ്റ്റാണ്. മറ്റൊന്നാണെന്ത്? ഓഡിറ്ററി മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓഡിറ്ററി മെമ്മറി ടെസ്റ്റും ഉണ്ട്, വിഷ്വൽ മെമ്മറി ടെസ്റ്റും ഉണ്ട്. ഓഡിറ്ററി മെമ്മറി ടെസ്റ്റ് ആദ്യം നമുക്ക് വിഷ്വൽ മെമ്മറി ടെസ്റ്റ് കാണിക്കാം അല്ലേ. വിഷ്വൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങൾ കണ്ടോ, 3 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് നമ്പർ 1, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് 3 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് തരും. ഇതുപോലെ തന്നെ എഴുതാനാണ് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഈ സ്കോറിങ് എന്ന് പറയുന്നത്. സ്കോറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്കോറിങ് മാത്രം ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. ഇതിൽ ഒറ്റ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ്? സ്കോറിങ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുന്ന സാധനം തന്നെയാണ്. സ്കോറിങ് നമുക്ക് നോക്കാം. കറക്റ്റായിട്ടാണ് ഒരാൾ റെസ്പോണ്ട് ചെയ്തതെങ്കിൽ നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 2 പോയിൻ്റ് കൊടുക്കാം. റോങ് ഓർഡറിലാണ്. ഇപ്പോൾ ABC എന്നതിന് പകരം ABC എന്നതിന് പകരം ഒരാൾ എഴുതിയത് BCA എന്നാണ്. അപ്പം അങ്ങനെ സംഭവം കറക്റ്റ് തന്നെയാണ്, അദ്ദേഹം എഴുതിയതൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ അത് റോങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 പോയിൻ്റ് കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ടുണ്ടെന്ന് കരുതാം. അപ്പോൾ C മിസ്സായി എന്ന് കരുതാം. അപ്പോൾ ആ മിസ്സായ ഒന്നിന് നമ്മൾ 0 മാർക്ക് കൊടുക്കും. ഓക്കെ. ഇനി നമ്മൾ അറിയാതെ സിക്ക് പകരം പുതിയ ഏതെങ്കിലും X എന്ന് ആഡ് ചെയ്തു, ഇതിലില്ലാത്തൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. അപ്പോഴും 0 മാർക്ക് കൊടുക്കാം. ഇനി ചില ലൈനുകളിൽ എന്തുണ്ടാവും, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, പഴയ കാര്യങ്ങൾ എന്തുണ്ടാവും, ചേഞ്ച് വരുത്തിയിട്ടും പൊസിഷൻ ചേഞ്ചും വന്നിട്ടുണ്ടാവും, അതോടൊപ്പം പുതിയ കാര്യങ്ങൾ ആഡും ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പോസിഷനും മിസ്റ്റേക്ക് ഓഫ് കമ്മീഷനും ഒരേ സമയത്ത് വരിക. മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പോസിഷനും മിസ്റ്റേക്ക് ഓഫ് കമ്മീഷനും ഒരേ സമയത്ത് വരികയാണെങ്കിലും 0 മാർക്ക് കൊടുക്കണം. അപ്പോൾ പക്ഷേ മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പോസിഷൻ മാത്രം വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കൊടുക്കാം. ട്രാൻസ്പോസിഷനും കമ്മീഷനും കൂടെ വരികയാണെങ്കിൽ 0 മാർക്ക് കൊടുക്കാം. ഓക്കെ, അത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ ജനറലി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എത്രയൊക്കെയാണ്. ശരിയാണെങ്കിൽ 1 മാർക്ക്. പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്, പക്ഷേ പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. കറക്റ്റാണെങ്കിൽ 2 മാർക്ക്. പിന്നെ നമ്മൾ ഏതെങ്കിലും വിട്ടു പോവേ, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ മാർക്ക് കൊടുക്കാൻ പറ്റും. ഈ സ്കോർ നിങ്ങൾക്ക് തരുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ നിങ്ങൾ സ്കോറിങ്ങിൻ്റെ പേപ്പർ. ഈ സ്കോറിങ്ങിൻ്റെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും, ഇതിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ സ്കോറിങ് എങ്ങനെയാണെന്നുള്ളത്. മറന്നു പോയാലും പ്രശ്നമൊന്നുമില്ല, അതിലുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ടെസ്റ്റ്, ഓഡിറ്ററി ടെസ്റ്റ്, വിഷ്വൽ ടെസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പാർട്ട് മാത്രം ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ ഒരു പാർട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ സബ്ജക്റ്റിന് കാണിച്ചു കൊടുക്കുക. 15 സെക്കൻഡ് നേരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്.
15 സെക്കൻഡ്. ഈ 15 സെക്കൻഡ് നേരത്തിന് ശേഷം ഇത് സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അവരോട് പറയാം ഇത് റീകാൾ ചെയ്തിട്ട് എഴുതാൻ പറയാം. അപ്പോൾ റീകാൾ ചെയ്ത് എഴുതുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്ത് പിന്നെ ഇത് കാണിച്ചു കൊടുക്കരുത്, ഒരു 30 സെക്കൻഡ് സമയമൊക്കെ കൊടുക്കാം. എന്നിട്ട് അവർ അതുപോലെ തന്നെ എക്സ് എം പി എം ഡി ആർ, ഇപ്പോൾ ടി ഇവിടെ എഴുതുന്ന പകരം മുകളിൽ ടി എന്ന് എഴുതി കെ എ എന്ന് എഴുതി, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി എന്ന് കരുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഇതിൽ പൊസിഷൻ ഫസ്റ്റ് മുകളിൽ വന്നിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് ഇവിടെ വിട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെയും വിട്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെയാണ് ഗ്യാപ്പ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പൊസിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ ട്രാൻസ്പൊസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഒരു മാർക്ക് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഇതിൽ ഇപ്പോൾ 2 മാർക്ക്, ഇപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് പോയിന്റിൽ എന്താണ് ശരിക്കും 0 ആണ്, കറക്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് 2 മാർക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഓരോന്ന് അങ്ങനെ ഓരോ വാല്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റാവും. പിന്നെ അടുത്ത് ഇതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങളെ മുമ്പിൽ ആ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ 15 സെക്കൻഡ് നേരം സമയം അവർക്ക് കൊടുക്കുക. ഇതിലേക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് പറയാം. ഈ സെൻറ്റർ പോയിൻറ്റിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയണം. ഓക്കെ, സെൻറ്റർ പോയിൻറ്റിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കിയതിന് ശേഷം 30 സെക്കൻഡ് സമയം കൊടുക്കുക. 30 സെക്കൻഡ് സമയം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 30 സെക്കൻഡിനുള്ളിൽ ഇത് അതുപോലെ തന്നെ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് എടുക്കുക. ഇത് ഇതേപോലെ തന്നെ 15 സെക്കൻഡ് അവർക്ക് സമയം കൊടുക്കുക. എന്നിട്ട് അവരത് നോക്കി സെൻട്രൽ പോയിൻറ്റിലേക്ക് തന്നെ നോക്കാൻ അവരോട് പറയാം. എന്നിട്ട് ഇത് ഓർത്തെടുത്തിട്ട് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടി പറയാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ വിടാം. ഓക്കെ, അവർ പോട്ടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അവരെ കുറേ നേരം അവരോട് സംസാരിച്ചിരുന്നിട്ട് സമയം കളയരുത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഈ ടേബിൾ കണ്ടോ, ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇവിടെ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് കിട്ടി. ആദ്യം നമ്മൾ സീരിയൽ നമ്പർ എഴുതുന്നു, നെയിം എഴുതുന്നു, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ. അത് നമുക്ക് അവരുടെ നിന്ന് ചോദിച്ചിട്ട് എഴുതാം. അത് ഒറിജിനൽ പേര് തന്നെ എഴുതണം എന്നൊന്നുമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പേരൊക്കെ എഴുതാം. സ്കോർ ടേബിൾ, സ്കോർ നമുക്ക് 3 സ്കോറുകൾ, വ്യത്യസ്ത സ്കോറുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ സ്കോറുകൾ എങ്ങനെ കണക്കാക്കുക എന്ന് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു അല്ലേ. കറക്റ്റ് റെസ്പോൺസ് ആണ് തരുന്നത് എങ്കിൽ ഓരോന്നിനും 2 മാർക്ക് കൊടുക്കുക. കറക്റ്റ് റെസ്പോണ്ട് ആണെങ്കിൽ 2 മാർക്ക്, ട്രാൻസ്പൊസിഷൻ ആണെങ്കിൽ 1 മാർക്ക്, ഒമിഷൻ ആണെങ്കിൽ എന്താണ് 0 മാർക്ക്, അങ്ങനെ വരും. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് കരുതാം. ഒരാളിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്, മുകളിലല്ല, ഫസ്റ്റ് ലൈന് ഫ്രീ ആണ്, സെക്കൻഡ് ലൈനിൽ എക്സ് എഴുതിയിട്ടുണ്ട്, തേർഡ് ലൈന് ഫ്രീ ആണ്, 4 ലൈന് എം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈന് കറക്റ്റാണ്, സെക്കൻഡ് ലൈൻ എക്സ് എഴുതിയിട്ടുണ്ട്, തേർഡ് ലൈന് എം എഴുതിയിട്ടുണ്ട്, 4 ലൈനാണ് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് കറക്റ്റാണ് അല്ലേ. അപ്പോൾ എക്സിന് 2 മാർക്ക് കൊടുക്കാം. എം കറക്റ്റല്ല, എം എഴുതിയത് കറക്റ്റാണ്, പക്ഷേ പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, പൊസിഷൻ മാറിയത് കൊണ്ട് തന്നെ 1 മാർക്ക് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇവിടെ എല്ലാം കറക്റ്റാണ്, 2 2 2 2 അങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് എത്രയാണ്, ഇവിടെ ഫസ്റ്റ് ഉള്ളത് 1 മാർക്കാണ് വരിക, പിന്നെ 2 മാർക്ക് വരും. പിന്നെ ഉള്ളത് ഇവിടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് അല്ലേ ശരിയല്ല, ഇത് രണ്ടിനും 1 മാർക്കാണ് വരിക അല്ലേ. കെ പൊസിഷൻ മാറിയിട്ടുണ്ട്, എ മാത്രമാണ് 2 മാർക്ക് വരിക. അങ്ങനെ ടോട്ടൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 + 3 4 5 6 7 8 9 10 11 12 13 14 15 നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഓരോന്നിനും നമുക്ക് 15 വീതം കിട്ടിയെന്ന് കരുതാം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 15 15
15 അങ്ങനെ കിട്ടി. ഓക്കെ, പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഒരു നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 45 കിട്ടുക, 15 30 45. അപ്പോൾ 15 പ്ലസ് ഒരു ഏകദേശം വാല്യൂ ആണ് പറയുന്നത് 15. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്താൽ 45 ഡിവൈഡഡ് ബൈ n. അപ്പോൾ നമുക്ക് 15 കിട്ടും. ഓക്കെ, അപ്പോൾ 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടിക്കഴിഞ്ഞാൽ 15 വാല്യൂ വന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവാം. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ എബോവ് ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്കോറിംഗ് ടേബിൾ എബോവ് ആവറേജ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓഡിറ്ററിയും സെയിം തന്നെയാണ്. ഓഡിറ്ററിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കെയിൽ സെയിം തന്നെയാണ്. ഈ സ്കെയിൽ വരുന്നത് മില്ലേഴ്സ് മാജിക് നമ്പർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് 7 ± 2 എന്ന മെത്തേഡിലാണ് ഇവിടെ മാജിക് നമ്പർ ഇദ്ദേഹം പറയുന്നത്. അതായത് 7 നിന്ന് 2 കുറച്ചാൽ 5, 7ലേക്ക് 2 കൂട്ടി കഴിഞ്ഞാൽ 9. അപ്പോൾ ഇതാണ് ആവറേജ് വരിക. ഇതിൻ്റെ താഴെ ബിലോ ആവറേജും എബോ മുകളിൽ വരുന്നത് എബോ ആവറേജുമായിട്ടാണ് മില്ലർ എന്ത് ചെയ്യുന്നത്, മെമ്മറിയെ കണക്കാക്കുന്നത്. ഒരാൾക്ക് കിട്ടുന്ന മെമ്മറി 5 ഐറ്റംസ് അല്ലെങ്കിൽ 5 മുതൽ 9 ഐറ്റംസ് വരെ ഒരാൾക്ക് ഓർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ആവറേജ് മെമ്മറി ഉണ്ടെന്നും, അതിന് താഴെയാണെങ്കിൽ ബിലോ ആവറേജ് എന്നും, അതിൻ്റെ മുകളിലാണെങ്കിൽ എബോ ആവറേജ് എന്നാണ് മില്ലർ പറയുന്നത്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ തരും. ഇതിൽ 6 ഉണ്ടായിരിക്കും. ഈ 6 3 നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ 6 ഉണ്ടായിരിക്കും, 3 ചെയ്യാം. എന്നിട്ട് ഇത് വളരെ സിമ്പിളാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നതേ ഉള്ളൂ, ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒരാളോട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ലൈന് വായിക്കാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ലൈന് കറക്റ്റായിട്ട് വായിച്ചു. രണ്ടാമത്തെ ലൈന് വായിക്കാൻ പറയാം. അങ്ങനെയല്ല, ഫസ്റ്റ് നമ്മൾ വായിച്ചു കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ലൈൻ നമ്മൾ വായിച്ചു കൊടുത്തു 8 2 7. അതിന് താളത്തിലോ ഒന്നിലും ചേഞ്ച് വരാതെ സെയിം താളത്തിൽ തന്നെ വായിക്കണം. പിന്നെ അത് അവരോട് തിരിച്ച് വായിക്കാൻ പറയുക, കറക്റ്റാക്കുക. അവരുടെ റെസ്പോൺസ് ഇവിടെ എഴുതി വെക്കുക. രണ്ടാമത്തേത് 5 1 8 2 എന്ന് പറഞ്ഞു. അവരത് അതുപോലെ തന്നെ ഓർത്തെടുത്ത് വായിച്ചു. പിന്നെ അടുത്തത് വായിക്കാൻ പറഞ്ഞു. നമ്മൾ വായിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ 4ാമത്തെ ലൈന് വരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് കഴിഞ്ഞു എന്ന് കരുതാം. 5ാമത്തെ ലൈന് നമ്മൾ വായിക്കുന്ന സമയത്ത് 3 8 5 2 6 7 3 നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ വായിക്കുന്ന സമയത്ത് 3 5 8 എന്ന് വായിച്ചു എന്ന് കരുതാം. അപ്പോൾ രണ്ടാമത്തത് മിസ്റ്റേക്ക് വന്നല്ലോ. അപ്പോൾ മിസ്റ്റേക്ക് വന്നതിനെ നമ്മൾ റൗണ്ട് ചെയ്യാം, എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ അതിന് മുകളിൽ എത്ര എണ്ണം വായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 1 2 3 4 എണ്ണം നമ്മൾ 4 ലൈന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 4 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 5ാമത്തെ ലൈന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതൊന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് ചെയ്യാൻ പറയാം. അടുത്തത് ഇതേപോലെ തന്നെ ഫസ്റ്റ് ലൈന് നമ്മൾ വായിച്ചു കൊടുക്കുക 5 6 1. അപ്പോൾ അവരും 5 6 1 എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യുക. പിന്നെ അടുത്തത് 8 5 2 7 പറഞ്ഞു, അവരും പറഞ്ഞു ടിക്ക് ചെയ്യുക. മൂന്നാമത്തും പറഞ്ഞ് കറക്റ്റാണെങ്കിൽ ടിക്ക് ചെയ്യുക. 4ഉം കറക്റ്റാണെങ്കിൽ ടിക്ക് ചെയ്യുക. 5ാമത്തത് വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന്, ഫോർ എക്സാമ്പിൾ ഈ 4 മിസ്റ്റേക്ക് പറ്റിയെന്ന് കരുതുക. അപ്പോൾ അവിടെ 4 റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അതിന് തൊട്ട് മുകളിൽ എത്ര ലൈനുകൾ കറക്റ്റാക്കി അത്ര മാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ 1 2 3 4. അപ്പോൾ നമ്മൾ 4 മാർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മൂന്നാമത്തതും ചെയ്യാം. മൂന്നാമത്തെ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് വായിച്ച് കൊടുക്കുക. 9 5 7. അപ്പോൾ അവർ 9 5 7 പറഞ്ഞു, നമ്മൾ ടിക്ക് ചെയ്യുക. പിന്നെ 5 2 9 4 ടിക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ടിക്ക് ചെയ്യുക. മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ 4 എണ്ണം പറഞ്ഞു, 5ാമത്തതിൽ ലാസ്റ്റ് 7 പറഞ്ഞു കൊടുത്താണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് കരുതാം. അപ്പോൾ അത് അവിടെ റൗണ്ട് ചെയ്യുക, എന്നിട്ട് അത് തെറ്റ് കൊടുക്കുക. ബാക്കിയുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ 1 2 3 4. അപ്പോഴേ നമുക്ക് 4 കിട്ടി അല്ലേ. അപ്പോൾ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്കോറിംഗ് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്.
അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ സീരിയൽ നമ്പർ, നെയിം, കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം സ്കോർ നോക്കുക. ഫസ്റ്റ് സ്കോർ നമുക്ക് 4 സെക്കൻഡും 4 തേർഡും 4 അപ്പോൾ 4 4 4. അപ്പോൾ ഇതിന് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിയിലൊക്കെ പഠിച്ചതല്ലേ. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ്. മീൻ കാണുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 4 12 അല്ലേ. 12/3. അപ്പോൾ 4 തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ 4ൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോവാം. ഇൻ്റർപ്രിട്ടേഷൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ ആവറേജ് ആണ്. അപ്പോൾ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വിഷ്വൽ മെമ്മറി, ഓഡിറ്ററി മെമ്മറി ബിലോ ആവറേജ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ആദ്യത്തേതിൽ 15ഉം വിഷ്വൽ മെമ്മറി 15ഉം ഓഡിറ്ററി 4ഉമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു ടേബിൾ കൂടി ആഡ് ചെയ്യുക. കമ്പാരിസൺ ടേബിൾ എന്നാണ് അതിന് പറയുക. അതിൽ നമ്മൾ എന്ത് ചെയ്യാം? വിഷ്വൽ മെമ്മറി നമുക്ക് കിട്ടിയത് 15 ഓഡിറ്ററി മെമ്മറി നമുക്ക് കിട്ടിയത് 4. അപ്പോൾ വിഷ്വൽ മെമ്മറി ആണ്. എന്നിട്ട് കമ്പാരിസൺ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. വിഷ്വൽ മെമ്മറി ഹയർ ദാൻ ഓഡിറ്ററി മെമ്മറി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ സ്റ്റെപ്സ് സെയിം, ഓൾറെഡി എല്ലാത്തിനുമുള്ള സെയിം സ്റ്റെപ്പ് തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഡിസ്കഷനിലേക്കും കൺക്ലൂഷനിലേക്കും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇൻ്റർപ്രിട്ടേഷൻ 5ന് മുകളിലാണെങ്കിൽ ലെസ് ദാൻ 5 ആണെങ്കിൽ ബിലോ ആവറേജ്, ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ എബോ ആവറേജ്, 5ൻ്റെയും 9ൻ്റെ ഇടയിലാണെങ്കിൽ ആവറേജ്. അത് നോക്കുക. പിന്നെ മറ്റൊരു ചോദിച്ചോളൂ. ഏത് ഓഡിറ്ററിയിലല്ലേ നിങ്ങൾ പറഞ്ഞത്? ലൈനിൻ്റെ നമ്പറാണ് നോക്കുക. അതെ, അല്ലാതെ നമ്മൾ ഓരോ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വലിയ വ്യത്യാസം വരും. നമുക്ക് ഒരു ഇതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അങ്ങനെയല്ല എടുക്കുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്കിത് എടുക്കാം. ഇതിൽ ആദ്യത്തെ ലൈൻ ഒരു വ്യക്തി കറക്റ്റാക്കി. അപ്പോൾ ഇത് ഓക്കെയാണ്. രണ്ടാമത്തും കറക്റ്റാക്കി, 3ഉം കറക്റ്റാക്കി, 4ഉം കറക്റ്റാക്കി. 5ാമത്തേത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാം 5 എന്ത് ചെയ്തത്? 5ലാണ് തെറ്റിയതെന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് 2 എടുക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഓക്കെ, അതെ അതെ അതെ. അല്ല, അങ്ങനെയല്ല. ഇവിടെ അത് ഈ ഓർഡറിലാണ് നോക്കുക. എത്ര പൊസിഷൻ എന്ന ഓർഡറിലാണ് നോക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് 4 നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എടുത്തു. അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് വളരെ ഈസിയാണ്. വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1 2 3 4 5 6 7 8 9. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 6 7 8 9. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ അത് ബാക്കിയുള്ളത് സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ളത് വിൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലാണ്.